സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ആസാമിലെ ഒരു വീട്. ഇന്ന് ആസാമിലെ ഒരു വീടിൻ്റെ ടൂറിങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഭായ് നാം ബത്താവോ? मेरा नाम ध्रुवो बोरो है. ധ്രുവോ ബോറോ. ഇവിടെ ബോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൾച്ചറിൻ്റെ പേരാട്ടോ, ഭാഷയുടെ പേരാണ് ബോറോ. അപ്പോൾ ഇവിടെ ഉള്ള മിക്ക ആൾക്കാരുടെ പേരിൻ്റെ ലാസ്റ്റ് ബോറോ എന്ന് വരും. അപ്പോൾ ഇതാണ് അവൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു ചെറിയ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഇട്ടുണ്ട് ഇവിടെ കണ്ടോ. പിന്നെ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് പണിയാൻ വേണ്ടി സ്പേസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇവരെ വഴിയിൽ വെച്ച് കണ്ടതാട്ടോ, ഞാൻ വരണ വഴിക്ക്. എൻ്റെ അപ്പം 390 കിലോമീറ്റർ ഒരുമിച്ച് റൈഡ് ചെയ്ത് വന്ന് ലാസ്റ്റ് 2 ദിവസം ഈ വീട്ടിൽ എനിക്ക് സ്റ്റേ തന്നാണ്. അപ്പോൾ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോവാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വിചാരിച്ച്. ഇതാണ് ആസാമിൻ്റെ ട്രഡീഷണലായ സ്ഥലം കേട്ടോ. ഇത് ഇവിടുത്തെ പട്ടിയാ. ഭയങ്കര സ്നേഹം അവൾക്ക്. ഓക്കെ, സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേറ്റം ഉണ്ടോ. ഫുൾ ടൈം മേത്ത് കയറാൻ മതി. മേത്ത് കയറാൻ തന്നെ പുള്ളിക്കാരത്തിന് പണി. ഇത് നമുക്ക് ഉള്ളു കാണാം. ഉള്ളിതാ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് 2-3 കൂട്ടുകാരുണ്ട്. ഒന്നാം പത്താവേ സുജിത്, സുജു എന്നാണ് ചെക്കൻ്റെ പേര്. അടുത്ത ആള് ഭയ്യ, ഇവൻ്റെ പേര് ഹസൻ. ഹസൻ എന്നാണ് പുള്ളിക്കാരുടെ പേര്. ഇതവരുടെ മേമയുടെ മോളാട്ടാ. ഞാൻ പത്താവോ അൽബിന എന്നാട്ടാ കൊച്ചിൻ്റെ പേര്. അപ്പോൾ ഇതാണ് അവരുടെ സ്ഥലം. ഈ കൊച്ചു ഇവിടെ നേരത്തെ വന്നാ. ഇത് എൻ്റെ അമ്മ. ആ സമയം എല്ലാവരുടെയും അമ്മമാർ ഇങ്ങനത്തെ ഡ്രസ്സാണ് ധരിക്കുക. അമ്മമാർ മാത്രമല്ല, ചെറിയ കുട്ടികളടക്കം. ഭയങ്കര നാളാട്ടോ പുള്ളിക്കാരത്തേക്ക്. ഇത് വീട്, ഇതൊരു ബെഡ്റൂം. വീടെടുക്കണത്. പിന്നെ ഇത് ഇവരുടെ ഡൈനിങ് സ്പേസ് ഇട്ടാ, ഭക്ഷണം കഴിക്കുക. ഇത് ഇവരുടെ അടുക്കള. ഇതിൻ്റെ ഉള്ളിലാണ് പിന്നെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്, അത് അവരുടെയാണ്. പിന്നെ ഇതാണ് ബാത്റൂം. ഇവിടെ എപ്പോഴും കുളിക്കുന്നത് പുറത്താണ് കേട്ടോ. ഒരു ബാത്റൂം 2 രൂപ വേണ്ടി മാത്രം ബാത്റൂം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഈ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ സംഭവം ഉണ്ടല്ലോ, വെള്ളം പ്യൂരിഫൈ ചെയ്യണതാണ്. ഇതിനകത്ത് ചാക്കും മണലും ഒക്കെ ഇടും, എന്നിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കും. ഈ മൺകലത്തിൻ്റെ അടിയിൽ ചെറിയൊരു തുളയിട്ടുണ്ട്. ആ തുളയിൽ നിന്ന് വെള്ളം വീണ് പ്യൂറായി വരും. ഇപ്പോൾ കണ്ടോ എത്ര ക്ലീൻ വെള്ളമാണ് ഇവിടെ നിന്ന്. ഇതാണ് ഇവിടുത്തെ ടെക്നിക്ക്. പിന്നെ ഇവിടെ എല്ലാ വീട്ടിലും ഇതുപോലത്തെ ഹാൻഡ് പമ്പ് ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വെള്ളം വരും കേട്ടോ. ഇതിപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പോലും ഇതിൽ നിന്നാണ് അവർ എടുക്കുക. ഇതിൽ നിന്ന് തന്നെ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഉള്ളപ്പോൾ ഇതിൽ നിന്ന് വെള്ളം എടുക്കും, ഇല്ലാത്തപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ട് വെള്ളം എടുക്കും. അപ്പോൾ ഇതാണ് ഇവരുടെ കുളിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഉള്ളിൽ ചെറിയ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ഇൻവെർട്ടർ ഉണ്ട്, അതിന് സോളാർ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കരിമ്പാണ് കേട്ടോ. ഇതാണ് അവരുടെ വീടിൻ്റെ സൈഡ് വശം. പിന്നെ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മിക്ക ആൾക്കാരുടെ വീടിൻ്റെ സൈഡിൽ മറ്റേ നമ്മുടെ ടിൻ ഷീറ്റ് കൊണ്ട് മതിൽ കിട്ടുക. ഇവരിത്തിരി റിച്ച് പോലെയാണ്, അതുകൊണ്ടാണ് ഇവരിത്തിരി മതിലും കൊണ്ടൊക്കെ കെട്ടിയത്. അതാണ് അപ്പുറത്തെ കാഴ്ചകളൊക്കെ കേട്ടോ. അപ്പോൾ ആസാമിലെ കാഴ്ചകൾ നമ്മൾ ഇനി 2 മാസം കഴിയുമ്പോൾ കൊണ്ടുവരുന്നതായിരിക്കും. ഞാനിപ്പോൾ മിസോറാമിലേക്കാണ് പോകണം. അപ്പോൾ പോകണ വഴിക്ക് കണ്ട പിള്ളേരാണ്. അപ്പോൾ ഇവരാണ് ഇവിടെ നമുക്ക് സ്റ്റേ തന്നത്. ഇതാണ് ഇത്രയും വീഡിയോ ഇവിടുത്തെ.